സാർ, എന്റെ മോൻ എവിടെയാ? എന്തെങ്കിലും വിവരം കിട്ടിയോ? അമ്മേ, അവരെത്തിയിട്ടല്ലേ ഉള്ളൂ. അന്വേഷണം നടക്കട്ടെ. സാർ, എന്റെ മോനൊരു പാവാ സാർ. മാഡം സമാധാനമായിട്ടിരിക്കൂ. വേണ്ടത് ചെയ്യാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. സർ, ചോദിക്കാൻ വിട്ടു. ശരിക്കും എന്താ സംഭവിച്ചേ? കാര്യങ്ങൾ വളരെ കൃത്യമായി ഒന്നും മറച്ചു വയ്ക്കാതെയും പറയണം. ഒരാളെ പെട്ടെന്ന് വീട്ടിൽ കാണാനില്ലെന്ന് പറഞ്ഞ് പരിഭ്രാന്തിയാവേണ്ട കാര്യം എന്താ? അയാൾ കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പുറത്തു പോയതായിക്കൂടെ? സർ, ഞങ്ങൾ പലവട്ടം നന്ദുവിനെ വിളിച്ചു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാ. അതൊക്കെ സാധാരണ സംഭവിക്കുന്നില്ല മാഡം. സ്വിച്ച് ഓഫ് ആവും, കവറേജ് ഇല്ലാതാവും. അതുമല്ല, കാണാതായിട്ട് കുറച്ച് മണിക്കൂറുകളല്ലേ ആയിട്ടുള്ളൂ. അല്ല, സാധാരണ 1-2 ദിവസം വീട്ടിൽ ഇല്ലാതാവുമ്പോഴാണ് ഒരാളെ സീരിയസ് ആയിട്ട് അന്വേഷിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്യുന്നത്. മാക്സിമം വൈകുന്നേരം വരെയെങ്കിലും നോക്കി ഉറപ്പുവരുത്തണ്ടേ? അങ്ങനെ ചോദിച്ചതാ. അവനങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സ്വഭാവമുള്ള ആളല്ല സർ. കൂട്ടുകാരെ വിളിച്ചന്വേഷിച്ചോ അവിടെ അടുത്തുണ്ടോയെന്ന്? നന്ദൻ അങ്ങനെ ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല. അടുപ്പം മുരളിയായിട്ടാ. ദേവികയുടെ ഡ്രൈവർ മുരളിക്കും ഒരു വിവരം കിട്ടിയിട്ടുമില്ല. പിന്നൊരു കെവിനും ഇസബെല്ലയുണ്ട്. അങ്ങനെ ചിലരാ പ്രധാന കൂട്ടുകാർ. അവരോടൊക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും എത്തിയിട്ടില്ല. എന്നാലും ചോദിക്കുക, പ്രായപൂർത്തിയായ ഒരാളെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം കാണാതായതിൽ നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? നന്ദു കുറെ ദിവസങ്ങളായി നല്ല ഡിപ്രഷനിലാ. അതല്ലേ ആദ്യം പറയേണ്ടത്. കുടുംബ പ്രശ്നമാണോ, അതോ സാമ്പത്തികമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടോ? സർ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പുള്ളി പൊതുവെ ഒരു ഉൾവലിഞ്ഞ ആളാണ്. മാഡം, എന്താ കാരണം? അവൻ്റെ ജോലിയൊക്കെ നേരത്തെ പോയിരുന്നു. ഇപ്പോൾ കെവിനെന്ന് പറഞ്ഞ അവൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയിലാണ്. സ്വന്തമായൊരു സ്ഥാപനം നടത്തിയിരുന്ന ആള് പെട്ടെന്നൊരു ജോലിക്കാരനായി പോകേണ്ടി വരുന്നൊരവസ്ഥ. അതിൻ്റെ ഒരു മൊത്തത്തിൽ എന്തോ ദുരൂഹതയുള്ള പോലെയാണല്ലോ. സർ, വേറൊരു ദുരൂഹതയില്ല. സർ, സമയം കളയാതെ പെട്ടെന്ന് അന്വേഷണം തുടങ്ങണം പ്ലീസ്. മാഡത്തിന്റെ വെപ്രാളം കാണുമ്പോൾ അറിയാം എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഒരു പ്രശ്നമില്ല. അമ്മമാർക്ക് വിഷമവും ടെൻഷനും കൂടുമല്ലോ.